മഹാനായ ശൈഖുന വ സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ശൈഖുന സുൽത്താനുൽ ഉലമ എപി ഉസ്താദ് അവർകൾ ഈ മഹാന്മാരെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ശൈഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഈ നാട്ടിലൊക്കെ ശൈഖുന വന്നിട്ടുണ്ട്. ഈ നാട്ടിലൊക്കെ ശൈഖുന ഖുതുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. ഇവൻ വെല്ലുവിളിക്കുന്ന ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്ക വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കുന്ന ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്ക വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് അങ്ങനെയുള്ള സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ശൈഖുനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളുടെ സമസ്ത രണ്ടായി എന്ന് കാണുന്നുണ്ടോ? ശൈഖുന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ അല്ലേ, സമസ്ത ഒന്നേ ഉള്ളൂ. ഏപിയും കുഞ്ഞിക്കോയത്തങ്ങളും ഇവിടെ വന്നു നിന്നു. ദീനന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശൈഖുനായുടെയും ഏപിയുടെയും കുഞ്ഞിക്കോയത്തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി അവറുകളെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. അതിന് സാക്ഷിയാണ് ഞങ്ങൾ. നേരെ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കുന്ന ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്ക വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് ഞങ്ങളോട് എന്റെ വലിയായ ഖുതുബുൽ ആലം പറഞ്ഞതാണ്, എന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും അതുകൊണ്ടാണ് ഇവരെ കൂടെ അവരെ ഉസ്താദിന്റെ ആളാകാൻ നോക്കണ്ട. ഉസ്താദിനെ ഹുബ്ബ് വെക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അത് ഹാഫിദ് ഉസ്താദാ. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് ഏതാ ഉറപ്പെന്നറിയോ? അത് മടവൂര് പറഞ്ഞ ഉറപ്പാ കേട്ടോ, അത് മാറൂല. അതാണ് അത്. മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കുന്ന ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്ക വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ